വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളായി 2 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നതാണ്. കേരള കോൺഗ്രസ് എം എങ്ങോട്ട് പോകും, തുടരും എന്ന് റോഷി അഗസ്റ്റിൻ പോസ്റ്റ് ഇടുന്നു. അതിന് പിന്നാലെ ഇന്നലെ ജോസ് കെ മാണി പറയുന്നു, റോഷി എന്ത് പറഞ്ഞോ അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണെന്ന് പറയുന്നു. ഞങ്ങളെവിടെയുണ്ടോ അവിടെ ജയമുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അവകാശവാദം. പക്ഷേ പാർട്ടിയിൽ കുറേ അധികം അസംതൃപ്തരുണ്ട്. ഒന്ന് കളം മാറ്റി ചവിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ? തീർച്ചയായും ദിവിഷ്, കളം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ജോസ് കെ മാണി LDF-ൽ തുടരാനാണ് തീരുമാനം. താൻ മധ്യമേഖല ജാഥ നയിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തായിരിക്കും തുടർ ഭരണമുണ്ടാകുക, അല്ലെങ്കിൽ ഭരണമുണ്ടാകുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. LDF-ന്റെ 3ാം സർക്കാർ വരുമെന്ന അല്ല അദ്ദേഹം പറയുന്നത്. കേരള കോൺഗ്രസ് മാണി എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് പല സംശയങ്ങളും ഉണ്ടാകുന്നത്. എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് കേരള കോൺഗ്രസിന്റെ കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ആ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുക. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ മുന്നണി മാറ്റം ഉയർത്താൻ ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് UDF-ലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിടി നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അവർ ആ ആവശ്യം മുന്നോട്ട് വയ്ക്കും. അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി അത് പരിഗണിക്കും. ആ ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനം എന്തായാലും കേരള കോൺഗ്രസിന്റെ പതിവനുസരിച്ചുള്ള ഒരു തീരുമാനത്തിന് തന്നെയായിരിക്കും സാധ്യത. അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി പിരിയുക. നേരത്തെ KM മാണി ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ നമുക്കറിയാം, പല നിർണായകമായ തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം പാർട്ടി ചെയർമാനെ തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തി പിരിയുകയാണ് ചെയ്യുന്നത്. അതുപോലെ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹം മന്ത്രിയായി ഇരുന്ന കാലമാണ്. ഇനി അങ്ങോട്ടേക്ക് മന്ത്രിയായിരുന്നതിൻ്റെ ഒരു കടപ്പാടൊക്കെ സ്വാഭാവികമായിട്ടും മുന്നണിയോടുണ്ട്. ജോസ് കെ മാണിക്ക് ആ നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായതുമില്ല. അപ്പോൾ അദ്ദേഹത്തിനും ആഗ്രഹങ്ങളുണ്ടാകാം. പക്ഷേ അങ്ങോട്ടേക്ക് ചെന്നാൽ ഞങ്ങൾ ഇപ്പോഴേ തരില്ല എന്നിപ്പോൾ മാണി സി കാപ്പൻ്റെയൊക്കെ പ്രതികരണം ഇന്നലെ നമ്മൾ രാഗിനോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ച് കേട്ടാണല്ലോ. പാല വിട്ടൊരു കളിയില്ല എന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കയറുക എന്നതും എളുപ്പമുള്ള കാര്യമല്ല. ചെന്ന് കയറണമെങ്കിൽ ഇവിടുന്ന് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ. അതിപ്പോൾ 2 വഴിക്ക് പോയവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. ഇതൊരു കേരള കോൺഗ്രസിന് പിളർപ്പൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ഇനി ആ ചർച്ചയിലേക്ക് പോയെന്നറിയില്ല. അതുപോലും പ്രതീക്ഷിക്കണോ ഇനി വന്ന് ദിവിഷ, ഇത് ഒറ്റക്കെട്ടായി ഒരു തീരുമാനത്തിലേക്ക് പോകുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമുക്കറിയാം, മന്ത്രി റോഷി അഗസ്റ്റ് ആണെങ്കിലും റാന്നി MLA പ്രമോദ് നാരായണൻ ആണെങ്കിലും LDF-ൽ തുടരണമെന്ന ശക്തമായ നിലപാട് അവർ പരസ്യമായി തന്നെ പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ ഒരുമിച്ച് കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത, മുന്നണി വിട്ടു പോയാൽ ഒരു ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യത തന്നെ ആ പാർട്ടിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ടൈമിംഗ് ഒരു വലിയ പ്രശ്നമാണ് ദിവിഷ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വേണമെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വളരെ കുറച്ചൊരു സമയം മാത്രമേ കേരള കോൺഗ്രസ് എമ്മിന് മുന്നിലുള്ളൂ. അത് കോൺഗ്രസിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമാകുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. പാലയിൽ തർക്കം നിലനിൽക്കുന്നു. മാണി സി കാപ്പൻ എന്തായാലും ആ പാല വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ PJ ജോസഫ്, അദ്ദേഹം അവർ മത്സരിക്കുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റുകളുടെ വച്ചുമാറ്റമൊക്കെ തന്നെ വലിയ തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത UDF-നുള്ളിലുമുണ്ട്. അതുകൊണ്ട് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ UDF-ലേക്ക് പോകണം, UDF-ൽ പോയാലേ കൂടുതൽ സീറ്റുകൾ ജയിച്ചു വരാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. പ്രത്യേകിച്ച് അതിലെ 2 MLA-മാർ, അവർക്ക് ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും ഒക്കെ തന്നെ വീണ്ടും ജയിക്കണമെങ്കിൽ LDF-ൽ തുടർന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു വിലയിരുത്തൽ അവരുടെ ഭാഗത്തൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റം അത് വലിയ ചർച്ചയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്നലെ ജോസ് കെ മാണി പെട്ടെന്നൊരു പ്രതികരണത്തിലേക്ക് വന്നത് ആ വാർത്തകളൊക്കെ സജീവമായി വന്ന പശ്ചാത്തലത്തിലാണ്. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്തത് കൃത്യമായ ഒരു ഡിസൈനിങ്ങിന്റെ ഭാഗമായി തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് പല വാർത്തകളും വന്നു. അതിനോട് എതിർത്ത് പ്രതികരിക്കേണ്ടി വന്നു ജോസ് കെ മാണിക്ക്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്തായാലും നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും ഈ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നവർ ആ ആവശ്യം അവിടെ ഉയർത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. പിന്നിലാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസിൽ സജീവമായ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം എന്നല്ല, അടുത്ത നിമിഷത്തെ മിത്രം എന്നാണ്. ഏത് നിമിഷവും നിലപാടുകളൊക്കെ സ്വിച്ച് ചെയ്യപ്പെടാം. അതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള കളന്മാറിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മലയാളികൾക്കും അത് വലിയൊരു അത്ഭുതമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, വ്യക്തിപരമായ താല്പര്യം, പാർട്ടിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കുന്നു. എന്തായാലും എല്ലാം നല്ലതിനല്ലേ എന്ന് വിചാരിക്കാം.